തീർച്ചയായും കേൾക്കണം. ഇതൊരു അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ ജീവിച്ചിരുന്ന ജെഫ്രി പ എന്നയാളുടെ കഥയാണ്. ജെഫ്രിയുടെ ജീവിതം ആകെ താറുമാറായിരുന്നു. ജോലിയോ പണമോ പ്രതീക്ഷയോ ഇല്ല. ഇനിയൊന്നും ശരിയാകില്ലെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. ഒരു ദിവസം തമാശയായി അയാൾ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒന്നും ചെയ്യാതെ എനിക്ക് ഒരുപാട് പണം കിട്ടിയെങ്കിൽ. സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രപഞ്ചം നിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇത് സത്യമായേക്കാം. ജെഫ്രി ഈ തമാശ മറന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ അയാളുടെ ചിന്തകൾക്കപ്പുറമുള്ള ഒരു സംഭവമുണ്ടായി. അയാൾ ഒരു കഫേയിലിരിക്കുമ്പോൾ ഒരു അപരിചിതൻ അടുത്തുവന്ന് പറഞ്ഞു, നിങ്ങളുടെ മുഖം ഈ ലോകത്തില്ലാത്ത എന്റെ മകനെപ്പോലെ തോന്നിക്കുന്നു. എന്റെ കൂടെ ഒരു കോഫി കുടിക്കാമോ? ജെഫ്രി മടിച്ചെങ്കിലും സമ്മതിച്ചു. ആ മനുഷ്യൻ തന്റെ കഥകൾ പങ്കുവച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതേ അപരിചിതൻ ഒരു നിയമപരമായ രേഖയുമായി ജെഫ്രിയുടെ അടുത്തുവന്നു. തനിക്ക് മക്കളില്ലെന്നും വിശ്വസ്തനെന്ന് തോന്നുന്ന ആർക്കെങ്കിലും തന്റെ സ്വത്ത് കൈമാറാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യന്റെ വിൽപ്പത്രത്തിലൂടെ ജെഫ്രിക്ക് $50 ലക്ഷം, ഏകദേശം 4 കോടി രൂപ മൂല്യമുള്ള സ്വത്ത് ലഭിച്ചു. ഇതൊരു വെറും യാദൃശ്ചികതയായിരുന്നോ, അതോ പ്രപഞ്ചം ജെഫ്രിയുടെ ആഗ്രഹം കേട്ട് തമാശയ്ക്ക് പോലും അവൻ ആവശ്യപ്പെട്ടത് നൽകിയതോ? ഇതൊരു കെട്ടുകഥയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കുക. കാരണം നമ്മുടെ ചിന്തകളും പ്രപഞ്ചവും തമ്മിൽ ആഴമായ ബന്ധമുണ്ടെന്ന് ശാസ്ത്രവും അംഗീകരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്, പ്രപഞ്ചം ശരിക്കും നമ്മുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്കതിനെ എങ്ങനെ ഉപയോഗിക്കാം? ഈ രഹസ്യമാണ് നമ്മൾ ഈ സംഗ്രഹത്തിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നത്. പ്രപഞ്ചത്തിന്റെ രഹസ്യഭാഷ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചപ്പോൾ അത് ഉടൻ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ കമന്റിൽ യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റ് എന്ന് തീർച്ചയായും എഴുതുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സമയം കളയാതെ നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ പക്കൽ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അതുപയോഗിക്കാം. അത് വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. അധ്യായം 1. എന്താണ് പ്രപഞ്ചത്തിന്റെ ഭാഷ? നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ വഴികൾ താനെ തുറക്കപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്കായി സഹായഹസ്തം നീട്ടാൻ പ്രപഞ്ചം തയ്യാറായി ഇരിക്കുന്നതുപോലെ. ഇതൊരു യാദൃശ്ചികതയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഭാഷയാണ്. അത് മനസ്സിലാക്കുന്നതും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതുമാണ് യഥാർത്ഥ കളി. പ്രപഞ്ചത്തിന്റെ ഈ മറഞ്ഞിരിക്കുന്ന ഭാഷ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ കഴിയുമോ? ശാസ്ത്രവും ആത്മീയതയും ഒരേ സ്വരത്തിൽ ഉത്തരം നൽകുന്നു, അതെ, തീർച്ചയായും സാധിക്കും. ഒരു മനുഷ്യനെപ്പോലെ പ്രപഞ്ചം സംസാരിക്കുന്നില്ല, എന്നാൽ അത് ഊർജത്തിലൂടെയും കമ്പനങ്ങളിലൂടെയും വൈബ്രേഷൻസ് ആശയവിനിമയം നടത്തുന്നു. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വികാരവും ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്നു. അതിനെ പ്രപഞ്ചം പിടിച്ചെടുക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിരിക്കുന്നവരുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തു ചെയ്യുന്നുവോ അത് തിരികെ കിട്ടും എന്ന് പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ എന്തു ചിന്തിക്കുന്നുവോ അതാണ് ഭാവി എന്നതാണ് ശരി. നിങ്ങളുടെ മനസ്സിൽ ഒരു റേഡിയോ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. അത് അതിനോട് ട്യൂൺ ചെയ്യുന്ന പാട്ടുകൾ മാത്രമേ പ്ലേ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് എപ്പോഴും വിഷാദത്തിന്റെയും ഭയത്തിന്റെയും ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തിരുന്നാൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതേ അനുഭവങ്ങൾ അയക്കും. എന്നാൽ നിങ്ങൾ അതിനെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ഇതൊരു മാജിക് അല്ല, മറിച്ച് ശാസ്ത്രീയമായ നിയമം ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് വൈബ്രേഷൻ ആണ്. ഐൻസ്റ്റീൻ, നിക്കോള ടെസ്ല തുടങ്ങിയ ശാസ്ത്രജ്ഞർ പോലും ഇത് അംഗീകരിച്ചിരുന്നു. ടെസ്ല പറഞ്ഞത് ഇതാണ്, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഊർജം, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. ഓർമ്മയില്ലേ, കുട്ടിക്കാലത്ത് നമ്മൾ ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് മുന്നിൽ വരികയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ ചെയ്യുന്നത്. അന്ന് നമ്മൾ അതിനെ യാദൃശ്ചികതയായി കരുതി. പക്ഷേ വാസ്തവത്തിൽ അത് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ആശയവിനിമയമായിരുന്നു. പ്രപഞ്ചം നമുക്ക് സൂചനകൾ അയക്കുന്നു. 222, 343 പോലുള്ള അക്കങ്ങളിലൂടെ, ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ, ചിലപ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഗട്ട് ഫീലിംഗുകളിലൂടെ. ഒരു യുവാവിന്റെ കഥ കേൾക്കുക. അവന്റെ അച്ഛനും ദരിദ്രനായിരുന്നു. അവൻ കഠിനാധ്വാനം ചെയ്തു, പക്ഷേ എല്ലാ തവണയും വിധി അവനെ ചതിച്ചു. അപ്പോഴാണ് എവിടെയോ അവൻ വായിച്ചത്, നീ നിനക്കെന്തു നൽകുന്നുവോ അത് തന്നെയാണ് പ്രപഞ്ചവും നൽകുന്നത് എന്ന്. അവൻ തന്റെ ചിന്ത മാറ്റി, തന്നെ ഒരു വിജയിച്ച വ്യക്തിയായി കാണാൻ തുടങ്ങി. അല്പം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. വാസ്തവത്തിൽ അവൻ തന്റെ മനസ്സിന്റെ വൈബ്രേഷൻ മാറ്റിയപ്പോൾ പ്രപഞ്ചം അവനുവേണ്ടി പുതിയ സാധ്യതകളുടെ വാതിലുകൾ തുറന്നു. അതുകൊണ്ട് അടുത്ത തവണ പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം സ്വയം ചോദിക്കുക, ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഷയിലാണോ സംസാരിക്കുന്നത്? നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. അധ്യായം 2. നിങ്ങളുടെ ചിന്ത തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. ഒരു പഴയ ചൊല്ലുണ്ട്, എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങളായിത്തീരും. എന്നാൽ വെറും ചിന്തിച്ചാൽ ജീവിതം മാറുമോ? ഉണ്ടെങ്കിൽ
പിന്നെ എന്തിനാണ് എല്ലാവരും സമ്പന്നരും സന്തുഷ്ടരും വിജയികളുമാകാത്തത്? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ചിന്തയുടെ ശക്തിയിലാണ്. സത്യമെന്തെന്നാൽ പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ചിന്തയെയും ഓരോ നിമിഷവും പിടിച്ചെടുക്കുകയും അത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രശ്നമെന്തെന്നാൽ മിക്ക ആളുകളും അവരുടെ ചിന്തകളിൽ ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് വിധിയെ പഴിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അത് നിങ്ങളുടെ ഊർജ്ജത്തിനനുസരിച്ച് കാര്യങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങൾ സ്വയം ദരിദ്രൻ, ദുർബലൻ അല്ലെങ്കിൽ പരാജയപ്പെട്ടവൻ എന്ന് കരുതുന്നുവെങ്കിൽ പ്രപഞ്ചവും നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ സ്വയം വിജയിച്ച, സന്തുഷ്ടനായ, ശക്തനായ ഒരാളായി കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ വഴികൾ താനെ തുറക്കപ്പെടും. ഇതൊരു മാജിക് അല്ല, മറിച്ച് നിയമം ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഇതിനെ ക്വാണ്ടം ഫിസിക്സ് പോലും പിന്തുണയ്ക്കുന്നു. രണ്ട് സുഹൃത്തുക്കളുടെ രസകരമായ ഒരു കഥ കേൾക്കുക. ഒരാൾ എപ്പോഴും പരാതി പറയുമായിരുന്നു, എന്റെ ജീവിതത്തിലൊന്നും നന്നായി നടക്കുന്നില്ല. മറ്റേയാൾ എപ്പോഴും പറയുമായിരുന്നു, എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയായിരിക്കും. ആദ്യത്തെ സുഹൃത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ സുഹൃത്തിന് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ശേഷവും എന്തെങ്കിലും നല്ലത് ലഭിച്ചു. ഇത് വെറും യാദൃച്ഛികതയായിരുന്നു? അല്ല, അവരുടെ ചിന്തകളാണ് അവരുടെ യാഥാർത്ഥ്യം സൃഷ്ടിച്ചത്. ചിന്തിക്കുന്ന രീതിക്ക് നിങ്ങളുടെ വിധിയെ മാറ്റാൻ കഴിയും. ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത് എല്ലാ ദിവസവും സ്വയം വിജയിച്ചവനും സന്തോഷവാനുമായി സങ്കൽപ്പിക്കുന്നവരിൽ ഇതിനകം വിജയിച്ച ആളുകളുടെ തലച്ചോറിലുള്ള അതേ ന്യൂറോ പാത്വേകൾ രൂപപ്പെടുന്നുവെന്നാണ്. ചുരുക്കത്തിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ഫ്രീക്വൻസിയിൽ പരിശീലിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യവും മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മോശമായി എന്തെങ്കിലും ചിന്തിച്ചാൽ ദിവസം മുഴുവൻ മോശമായിരിക്കും. ഒരു നല്ല വാർത്തയോടെ ദിവസം തുടങ്ങിയാൽ എല്ലാം നല്ലതായി തോന്നുന്നു. ഇതാണ് നിങ്ങളുടെ ചിന്തയുടെ ശക്തി. പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ചിന്തയെയും പിടിച്ചെടുക്കുകയും അതിനെ വലുതാക്കി നിങ്ങൾക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഉടൻ തന്നെ അത് മാറ്റുക. ഞാൻ പരാജയപ്പെടും എന്നതിനു പകരം ഞാൻ കഠിനാധ്വാനം ചെയ്യും, ഞാൻ വിജയിക്കും എന്ന് പറയുക. വിജയം കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ലഭിക്കുന്നത്, ശരിയായ ചിന്തയും ശരിയായ ഊർജവും ചേർന്ന കഠിനാധ്വാനം കൊണ്ടാണ്. അതുകൊണ്ട് സ്വയം ചോദിക്കുക, എന്റെ ചിന്ത എന്റെ യാഥാർത്ഥ്യത്തെ മെച്ചപ്പെടുത്തുകയാണോ അതോ നശിപ്പിക്കുകയാണോ? നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം താനേ മാറാൻ തുടങ്ങും. അധ്യായം 3: പ്രപഞ്ച സൂചനകൾ വായിക്കാനുള്ള കല. നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് അവരുടെ ഫോൺ വന്നതോ? നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതേ കാര്യം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നതോ ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു വെറും യാദൃച്ഛികതയല്ല, കോയിൻസിഡൻസ്, മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് സൂചനകൾ അയക്കുകയാണ്. നമുക്ക് എല്ലാ ദിവസവും പ്രപഞ്ചത്തിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നു. പക്ഷേ മിക്ക ആളുകൾക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ സൂചനകൾ മനസ്സിലാക്കുന്നവർക്ക് ജീവിതം ഒരു മാന്ത്രികം പോലെയാണ്. പ്രപഞ്ചം എങ്ങനെയാണ് സൂചനകൾ അയക്കുന്നത്? സൂചനകൾ പല രൂപത്തിൽ വരാം. 111, 222, 333 പോലുള്ള സംഖ്യാ പാറ്റേണുകൾ, പെട്ടെന്നൊരു അപരിചിതനിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശം, സ്വപ്നങ്ങൾ, പാട്ടുകളിലെ വരികൾ അല്ലെങ്കിൽ ആവർത്തിച്ച് സംഭവിക്കുന്ന ഏതെങ്കിലും സംഭവം. ഇത് പ്രപഞ്ചം നിങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് തള്ളിവിടുന്നത് പോലെയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ സൂചനകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു പ്രത്യേക സംഖ്യ കാണുന്നുവെങ്കിൽ അത് അവഗണിക്കരുത്. സംഖ്യാശാസ്ത്രം, ന്യൂമറോളജി അനുസരിച്ച് ചില സംഖ്യകൾ പ്രത്യേക ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 111 അർത്ഥമാക്കുന്നത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം ഉടൻ യാഥാർത്ഥ്യമാകും എന്നാണ്. 222 എല്ലാം ശരിയായ ദിശയിൽ പോകുന്നുവെന്നും ക്ഷമയോടെ കാത്തിരിക്കണമെന്നും പറയുന്നു. 333 നിങ്ങളുടെ കഴിവുകളിലും സ്കില്ലുകളിലും ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഈ സംഖ്യകൾ പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചം സംഖ്യകളുടെ രൂപത്തിൽ മാത്രമല്ല, ആളുകളിലൂടെയും സംഭവങ്ങളിലൂടെയും സൂചനകൾ അയക്കുന്നു. ചിലപ്പോൾ നമുക്ക് ഒരു അപരിചിതൻ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഉപദേശം നൽകിപ്പോകും. അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്കോ സന്ദേശമോ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നു. ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ആവർത്തിച്ചു വരുന്നുവെങ്കിൽ അതിനെ അവഗണിക്കരുത്. ശരിയായ വഴി കാണിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ രീതിയായിരിക്കാം അത്. ഒരു ചെറിയ കഥ കേൾക്കുക. ഒരു വ്യക്തി തന്റെ ജോലിയിൽ തൃപ്തനല്ലായിരുന്നു. പുതിയത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം റോഡിലൂടെ നടക്കുമ്പോൾ അവനൊരു പോസ്റ്റർ കണ്ടു, നിങ്ങളുടെ പാഷനെ പിന്തുടരുക, ഫോളോ യുവർ പാഷൻ. അന്ന് തന്നെ റേഡിയോയിൽ അതേ കാര്യം കേട്ടു. പിന്നീട് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു പ്രത്യേക കാരണവുമില്ലാതെ അയാൾ അതേ കാര്യം പറഞ്ഞു. ഇതൊരു വെറും യാദൃച്ഛികതയായിരുന്നോ അതോ പ്രപഞ്ചത്തിന്റെ സൂചനയോ? അവനത് മനസ്സിലാക്കി, തന്റെ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവന്റെ ജീവിതം മാറിമറിഞ്ഞു. സ്വപ്നങ്ങളിലൂടെയും പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം സ്വപ്നത്തിൽ ലഭിക്കും. പല ശാസ്ത്രജ്ഞരും കലാകാരന്മാരും അവരുടെ വലിയ ആശയങ്ങൾ സ്വപ്നങ്ങളിലാണ് കണ്ടെത്തിയത്. ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ
തിയറി ഓഫ് റിലേറ്റിവിറ്റി ആശയം ഒരു സ്വപ്നത്തിൽ നിന്നാണ് വന്നത്. ഒരു സ്വപ്നം വീണ്ടും വീണ്ടും വരുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. എന്നാൽ ശ്രദ്ധിക്കുക, എല്ലാ സൂചനകൾക്കും നിങ്ങൾക്കൊരു സന്ദേശമുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. ചിലപ്പോൾ ഇത് വെറും മനസ്സിന്റെ കളിയാവാം. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു സൂചന കാണുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് എന്റെ ജീവിത സാഹചര്യവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഗൗരവമായി എടുക്കുക. സൂചനകൾ തിരിച്ചറിയുന്നത് ഒരു കലയാണ്. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതമെന്നത്തേക്കാളും ആവേശകരവും മാന്ത്രികവുമായി തോന്നും. ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നു. വ്യത്യാസം ഇതാണ്, നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ. നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. അധ്യായം 4. പ്രപഞ്ചം കേൾക്കാൻ എങ്ങനെ സംസാരിക്കണം. ചിലർ ആഗ്രഹിക്കുന്നതെന്തും എളുപ്പത്തിൽ നേടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ചിലർ എത്ര കഠിനാധ്വാനം ചെയ്താലും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നില്ല. ഇതിന് കാരണം ഭാഗ്യമാണോ, അതോ എന്തെങ്കിലും ആഴത്തിലുള്ള ശാസ്ത്രീയ കാരണങ്ങളുണ്ടോ? വാസ്തവത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ വാക്കുകളും കേൾക്കുന്നു. പക്ഷേ ചോദ്യമിതാണ്, നിങ്ങൾ ശരിയായ രീതിയിലാണോ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ശരിയായ രീതിയിൽ പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകും. എന്നാൽ നിങ്ങളുടെ ആവശ്യം അവ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും അവ്യക്തമായിരിക്കും. നിങ്ങളൊരു ഹോട്ടലിൽ പോയി വെയിറ്ററോട് എന്തെങ്കിലും നല്ലത് കൊണ്ടുവരൂ എന്ന് പറയുന്നുവെന്ന് കരുതുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെ വെയിറ്റർ കൊണ്ടുവരും എന്ന് എന്താണ് ഉറപ്പ്? നിങ്ങൾക്ക് ചായയാണ് ആവശ്യമെങ്കിൽ അയാൾ കാപ്പി കൊണ്ടുവന്നേക്കാം. എന്നാൽ നിങ്ങൾ വ്യക്തമായി ഒരു മസാല ചായ പഞ്ചസാര ഇല്ലാതെ എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? പ്രപഞ്ചവും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ വ്യക്തമായ വാക്കുകളിൽ നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി പ്രപഞ്ചം കേൾക്കാൻ വേണ്ടി എങ്ങനെ ശരിയായി സംസാരിക്കാം? ഇതിന് 3 പ്രധാന നിയമങ്ങളുണ്ട്: വ്യക്തത, ക്ലാരിറ്റി, വിശ്വാസം, ബിലീഫ്, വികാരങ്ങൾ, ഇമോഷൻസ്. 1-ാം നിയമം, വ്യക്തത. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനും ആശയക്കുഴപ്പത്തിലാകും. നിങ്ങൾക്ക് ഒരു നല്ല ജോലി വേണമെന്ന് കരുതുക. ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ലഭിച്ചേക്കാം. അതുകൊണ്ട് പ്രപഞ്ചത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ വിശദമായി ചിന്തിക്കുക. ഏത് മേഖലയിൽ ജോലി വേണം? എത്ര ശമ്പളം വേണം? നിങ്ങളുടെ സഹപ്രവർത്തകർ എങ്ങനെയായിരിക്കണം? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം വിശദമായി ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം അതിനെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നു. 2-ാം നിയമം, വിശ്വാസം. പലരും എന്തെങ്കിലും ആവശ്യപ്പെടും, പക്ഷേ മനസ്സിൽ പേടിക്കും, ഇത് സാധ്യമല്ലായിരിക്കുമെന്ന്. ഇത് പ്രപഞ്ചത്തോട് പറയുന്നതിന് തുല്യമാണ്. എനിക്ക് ഈ സാധനം വേണം, പക്ഷേ എനിക്കിത് നേടാൻ കഴിയുമെന്ന് വിശ്വാസമില്ല. നിങ്ങളുടെ വിശ്വാസം ദുർബലമാണെങ്കിൽ പ്രപഞ്ചവും നിങ്ങളുടെ ആവശ്യത്തെ ഗൗരവമായി എടുക്കില്ല. വിശ്വാസമെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് പറഞ്ഞുകഴിഞ്ഞാൽ അത് പൂർത്തിയായി എന്ന് വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ ഓർഡർ നൽകിയ ശേഷം കാത്തിരിക്കുന്നത് പോലെ വെയിറ്റർ ഓർഡർ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. കാരണം അയാൾ തീർച്ചയായും കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. 3-ാം നിയമം, വികാരങ്ങൾ. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ വികാരങ്ങളെയും ഇമോഷൻസ് വായിക്കുന്നു. നിങ്ങൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഉള്ളിൽ സ്വയം ദരിദ്രനായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഊർജം പ്രപഞ്ചത്തിന് തെറ്റായ സൂചനയാണ് നൽകുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ ഫീലിംഗുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇതിനകം നിങ്ങളുടെ പക്കലുണ്ടെന്ന് അനുഭവിക്കുക. നിങ്ങൾക്കൊരു നല്ല കാർ വേണമെങ്കിൽ അത് നിങ്ങളുടേതാണെന്ന് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുക. അതിന്റെ സീറ്റിലിരിക്കുന്നതിന്റെയും ഓടിക്കുന്നതിന്റെയും ഫീലിംഗ് സങ്കൽപ്പിക്കുക. ഒരു കഥ കേൾക്കുക. ഒരു വ്യക്തി കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. പക്ഷേ അയാൾ തീരുമാനിച്ചു, തന്റെ അവസ്ഥയല്ല, ചിന്തയാണ് മാറ്റേണ്ടതെന്ന്. താൻ ഇതിനകം സമ്പന്നനാണെന്ന് അയാൾ എല്ലാ ദിവസവും ചിന്തിക്കാൻ തുടങ്ങി. വേഷത്തിലും നടക്കുന്ന രീതിയിലും സംസാരിക്കുന്ന രീതിയിൽ പോലും മാറ്റങ്ങൾ വരുത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുതിയ അവസരങ്ങൾ അവനെ തേടിയെത്തി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അയാൾ ശരിക്കും സമ്പന്നനായി. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ വ്യക്തമായി പറയുക, പൂർണ്ണ വിശ്വാസത്തോടെ പറയുക, അത് ഇതിനകം നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കുക. നിങ്ങൾ ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. അധ്യായം 5. പ്രപഞ്ചത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴി. ചിലർ ആഗ്രഹിക്കുന്നതെന്തും അവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ചിലർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പോരാട്ടം തുടരുന്നു. ഇതൊരു വെറും യാദൃശ്ചികതയാണോ, അതോ ഇതിനു പിന്നിൽ ആഴത്തിലുള്ള ഒരു രഹസ്യമുണ്ടോ? സത്യമെന്തെന്നാൽ പ്രപഞ്ചം ഒരു വലിയ ഊർജ്ജമണ്ഡലമാണ്, എനർജി ഫീൽഡ്. അത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ തിരികെ നൽകുന്നു. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് പറയാൻ കഴിയുമെങ്കിൽ അതിനത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയും. ചോദ്യം ഇതാണ്: പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി എങ്ങനെ ആവശ്യപ്പെടണം? 1-ാം ഘട്ടം, നിങ്ങളുടെ ആഗ്രഹം വ്യക്തവും വിശദവുമാവട്ടെ.
നിങ്ങൾ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയണം. മിക്ക ആളുകളും എനിക്ക് പണക്കാരനാകണം എന്ന് മാത്രം ചിന്തിക്കുന്നു. പക്ഷെ ഇത് പോരാ. നിങ്ങളുടെ പൂർണ്ണമായ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ വിശദമായി എഴുതണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു നല്ല ജോലി വേണമെങ്കിൽ ഇങ്ങനെ എഴുതുക: എനിക്ക് XYZ കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറുടെ ജോലി വേണം. അവിടെ എന്റെ ശമ്പളം 1,00,000 രൂപ പ്രതിമാസമായിരിക്കും. എന്റെ ഓഫീസ് വീടിനടുത്തായിരിക്കും. അവിടുത്തെ അന്തരീക്ഷം പോസിറ്റീവും പിന്തുണ നൽകുന്നതുമായിരിക്കും. നിങ്ങൾ എത്ര വ്യക്തമായി എഴുതുന്നുവോ അത്രയും വേഗത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കും. രണ്ടാം ഘട്ടം: ആഗ്രഹം സഫലമായതിന്റെ വികാരം അനുഭവിക്കുക. പ്രപഞ്ചം വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ വികാരങ്ങളെയാണ് കേൾക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയും എന്നാൽ ഉള്ളിൽ ഭയവും സംശയവും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നേടാൻ തയ്യാറല്ലെന്ന് പ്രപഞ്ചത്തിന് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനകം നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കുക. നിങ്ങൾക്കൊരു പുതിയ കാർ വേണമെങ്കിൽ അത് നിങ്ങളുടേതാണെന്ന് ഇപ്പോൾ തന്നെ സങ്കൽപ്പിക്കുക. അതിന്റെ സീറ്റിലിരിക്കുന്നതിന്റെ ഓടിക്കുന്നതിന്റെ വികാരം അനുഭവിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം അതിനെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മൂന്നാം ഘട്ടം: പ്രപഞ്ചത്തിന് സൂചനകൾ നൽകുക. വിഷ്വലൈസേഷൻ, അഫർമേഷനുകൾ. പ്രപഞ്ചവുമായി ആശയവിനിമയം നടത്താനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം. കണ്ണടച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി കാണുക. നിങ്ങളൊരു വിജയിച്ച ബിസിനസ്സുകാരനെ പോലെ കാണുക. ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ജോലി വളരുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ, സബ്കോൺഷ്യസ് മൈൻഡ്, ഇത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കും. പ്രപഞ്ചം ഈ ചിത്രത്തെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റും. അഫർമേഷൻസ് വളരെ ശക്തമാണ്. എല്ലാ ദിവസവും ഉറക്കെ പറയുക: ഞാനൊരു വിജയിച്ച വ്യക്തിയാണ്. പ്രപഞ്ചം എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുന്നു. എന്റെ ജീവിതത്തിൽ ധനം, വിജയം, സന്തോഷം എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ ഇത് വിചിത്രമായി തോന്നാമെങ്കിലും നിങ്ങൾ ഇത് ദിവസവും ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. തുടർന്ന് പ്രപഞ്ചം അത് സത്യമാക്കും. നാലാം ഘട്ടം: ക്ഷമയോടെ ഇരിക്കുക. സൂചനകൾ തിരിച്ചറിയുക. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ പ്രപഞ്ചം വഴികൾ തുറക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾക്ക് സൂചനകൾ തിരിച്ചറിയാൻ അറിയണം. ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പുതിയ ജോലിയുടെ ഓഫർ ലഭിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നിർദ്ദേശം നൽകിയേക്കാം. ലഭിക്കുന്ന ഏത് സൂചനയിലും ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക. അഞ്ചാം ഘട്ടം: നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നിങ്ങൾ എത്രത്തോളം പ്രപഞ്ചത്തിന് നന്ദി പറയുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്ക് തിരികെ നൽകും. എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവാക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തിയാകും. പ്രപഞ്ചത്തിന് ആജ്ഞ നൽകുക. അത് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ഊർജ്ജം വായിക്കുന്നു. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കുകയും അനുഭവിക്കുകയും ശരിയായ ദിശയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു ശക്തിക്കും നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. നിങ്ങളുടെ വാക്കുകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ പ്രപഞ്ചവുമായി സമന്വയിപ്പിക്കുക. സിങ്ക്. എന്നിട്ട് നോക്കൂ എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നത് എന്ന്. അധ്യായം 6: നിങ്ങളുടെ ഊർജ്ജം പ്രപഞ്ചത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ എല്ലാം നല്ലതായി തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആളുകൾ സൗഹൃദപരമായി പെരുമാറും. ജോലികൾ എളുപ്പമാകും. ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ താനെ സംഭവിക്കും. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ മോശമാകുമ്പോൾ എല്ലാം കുഴഞ്ഞുമറിഞ്ഞതായി തോന്നും. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ അലട്ടാൻ തുടങ്ങും. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് തോന്നും. ഇതൊരു വെറും യാദൃച്ഛികതയാണോ അതോ ഇതിനു പിന്നിൽ വലിയൊരു കാരണമുണ്ടോ? വാസ്തവത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ ഊർജ്ജം വായിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ അയക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം, വിജയം, നല്ല അവസരങ്ങൾ എന്നിവ ലഭിക്കും. എന്നാൽ നിങ്ങളുടെ ഊർജ്ജം നെഗറ്റീവ് ആണെങ്കിൽ ബുദ്ധിമുട്ടുകളും പോരാട്ടങ്ങളും വർദ്ധിക്കാൻ തുടങ്ങും. എല്ലാം ഊർജ്ജമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, എവറിത്തിങ് ഈസ് എനർജി ആൻഡ് ദാറ്റ്സ് ഓൾ ദെയർ ഈസ് ടു ഇറ്റ്. മാച്ച് ദ ഫ്രീക്വൻസി ഓഫ് ദ റിയാലിറ്റി യു വാണ്ട് ആൻഡ് യു കനോട്ട് ഹെൽപ്പ് ബട്ട് ഗെറ്റ് ദാറ്റ് റിയാലിറ്റി. എല്ലാം ഊർജ്ജമാണ്. അത്രയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുക. ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. നിങ്ങളൊരു റേഡിയോ കേൾക്കുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് FM 99.3 കേൾക്കണമെങ്കിൽ റേഡിയോയെ അതേ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം. 91.1 99.3 ഒരിക്കലും കേൾക്കില്ല. പ്രപഞ്ചവും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് സ്നേഹം, സന്തോഷം, വിജയം എന്നിവ വേണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ അതേ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം. നിങ്ങളുടെ ഊർജ്ജം എന്താണ് പറയുന്നതെന്ന് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഊർജ്ജം പ്രപഞ്ചത്തിന് എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു ലളിതമായ ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിലെല്ലാം ശരിയായി പോകുന്നു. നിങ്ങൾ സന്തോഷവാനാണ്. ആളുകൾ നിങ്ങളെ സഹായിക്കുന്നു. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവാണ്. എന്നാൽ തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടാവുന്നു. ആളുകൾ നിങ്ങളെ ചതിക്കുന്നു.
അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷവും വിജയം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ശരിയല്ല എന്ന് പ്രപഞ്ചം സൂചന നൽകുന്നു. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ഊർജ്ജം. പ്രപഞ്ചം വാക്കുകളല്ല, നിങ്ങളുടെ വികാരങ്ങളെയാണ് വായിക്കുന്നത്. എനിക്ക് പണക്കാരനാകണം എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഉള്ളിൽ ദരിദ്രനും പരാജയപ്പെട്ടവനുമായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഫീലിംഗുകളാണ് പ്രപഞ്ചം കേൾക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവാക്കാൻ 4 വഴികൾ. 1. അങ്ങനെയായാൽ പോലെ പെരുമാറുക. ആക്ട് ആസ് ഇഫ്. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്വയം സമ്പന്നനായി കരുതുക. നിങ്ങളുടെ മനസ്സ് സമ്പന്നനാണെന്ന ഫീലിംഗ് അംഗീകരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് സമ്പന്നതയുടെ അവസരങ്ങൾ നൽകാൻ തുടങ്ങും. 2. പരാതിപ്പെടുന്നത് നിർത്തുക. നന്ദിയുള്ളവരായിരിക്കുക. എന്റെ പക്കൽ പണമില്ല, അല്ലെങ്കിൽ എനിക്ക് അവസരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അയക്കും. എന്നാൽ നിങ്ങളുടെ പക്കലുള്ളതിന് നിങ്ങൾ നന്ദി പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നൽകും. 3. പോസിറ്റീവ് ഊർജ്ജമുള്ള ആളുകളുമായി ചുറ്റുക. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളോടൊപ്പമാണെങ്കിൽ അവരുടെ ഊർജ്ജം നിങ്ങളുടെ ഊർജ്ജത്തെയും കുറയ്ക്കും. നിങ്ങളുടെ ഊർജ്ജം ഉയർന്ന നിലയിൽ നിലനിർത്താൻ പോസിറ്റീവായ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളോടൊപ്പം കഴിയുക. 4. ധ്യാനം. മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങളുടെ ഊർജ്ജം ശുദ്ധീകരിക്കുക. നിങ്ങളുടെ ഊർജ്ജം പലപ്പോഴും പഴയ ഭയം, ദേഷ്യം, ദുഃഖം എന്നിവയാൽ തടസ്സപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദിവസവും 10 മുതൽ 15 വരെ മിനിറ്റ് ധ്യാനം ചെയ്താൽ ഈ നെഗറ്റിവിറ്റി പതുക്കെ ഇല്ലാതാവുകയും നിങ്ങളുടെ ഊർജ്ജം ശുദ്ധവും പോസിറ്റീവുമാവുകയും ചെയ്യും. നിങ്ങൾ എന്ത് ഊർജ്ജം അയക്കുന്നുവോ അത് പ്രപഞ്ചം തിരികെ നൽകും. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു പകർപ്പുണ്ടാക്കി നിങ്ങൾക്ക് തിരികെ നൽകുന്നു. നിങ്ങൾ സ്വയം പരാജയപ്പെട്ടവൻ, ദുർബലൻ, ഭയമുള്ളവൻ എന്ന് വിചാരിച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതേ അനുഭവങ്ങൾ നൽകും. എന്നാൽ നിങ്ങൾ സ്വയം വിജയിച്ചവൻ, ആത്മവിശ്വാസമുള്ളവൻ, സന്തോഷമുള്ളവൻ എന്ന് വിചാരിച്ചാൽ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ അയക്കും. അതുകൊണ്ട് അടുത്ത തവണ പ്രപഞ്ചം എന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം സ്വയം ചോദിക്കുക, എന്റെ ഊർജ്ജം ശരിയായ ഫ്രീക്വൻസിയിലാണോ ട്യൂൺ ചെയ്തിരിക്കുന്നത്? കാരണം നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം മാറ്റുമ്പോൾ ലോകം മുഴുവൻ മാറാൻ തുടങ്ങും. പ്രപഞ്ചം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. അത് നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം തിരികെ നൽകുന്നു. നിങ്ങൾ ഈ 7 പ്രപഞ്ച നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ശരിക്കും മാറും. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അതിനെ എന്ത് സൂചനയാണ് നൽകുന്നത് എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്.